ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദിവ്യ. വീട്ടിൽ ചിന്നു എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ എന്നെ കാണാൻ എൻ്റെ കാമുകൻ വീട്ടിൽ വന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് മുത്തശ്ശൻ കണ്ടു. അത് വീട്ടിൽ ആരോടും പറയാതിരിക്കണമെങ്കിൽ മുത്തശ്ശന് ഞാനൊരു കാര്യം ചെയ്തു കൊടുക്കണം എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. ആ കഥയാണ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശനും മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ മകളാണ്. അച്ഛന് ടൗണിൽ ഒരു തുണിക്കട ഉണ്ട്. അമ്മയും അച്ഛനും കൂടെയാണ് അത് നടത്തുന്നത്. രണ്ടുപേരും രാവിലെ കടയിലേക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ രാത്രി ഒരു 7 മണിയൊക്കെ ആവും. എൻ്റെ മുത്തശ്ശന് 55 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് മുത്തശ്ശന് കൃഷിപ്പണിയാണ്. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് പറമ്പുണ്ട്. അവിടെയാണ് മുത്തശ്ശൻ കൃഷി ചെയ്യുന്നത്. വാഴയും കപ്പയും പച്ചക്കറികളും എല്ലാം ഉണ്ട്. ഇത്രയും വയസ്സായെങ്കിലും മുത്തശ്ശന് നല്ല ആരോഗ്യം ഉണ്ട്. എന്നെ കാണാൻ മെലിഞ്ഞിട്ടാണ്, നിറമാണ്, എന്നാലും അത്യാവശ്യം എല്ലാം ഉണ്ട്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. എൻ്റെ കൂടെ പഠിക്കുന്നതാണ് കാർത്തിക്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ക്ലാസ് ഉള്ളതുകൊണ്ട് എന്നും കാണാനും സംസാരിക്കാനുമൊക്കെ പറ്റുമായിരുന്നു. പിന്നീട് വെക്കേഷൻ ആയപ്പോൾ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞങ്ങളുടെ സംസാരം ഫോണിലൂടെ മാത്രമായി. അവനുമായി സംസാരിച്ച് ഉറങ്ങാനൊക്കെ ഒരുപാട് ലേറ്റാവും. പതിയെ പതിയെ ആ സംസാരം മറ്റേ കാര്യങ്ങളെ പറ്റിയൊക്കെയായി. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എന്നോട് പറഞ്ഞു, എടി എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. അതിന് എന്തടാ, നീ ഇവിടേക്ക് വായു, എനിക്കും നിന്നെ കാണാൻ തോന്നുന്നു. അവൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ സമയം 11 മണിയായി. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും വരില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ കുറച്ചു നേരം കൂടെ സംസാരിച്ചു. എനിക്ക് ഉറക്കം വന്നു. എടാ, ഇനി നാളെ കാണാം എന്ന് ഞാൻ പറഞ്ഞു. ഉറങ്ങാനോ? ഇന്ന് നമുക്ക് ഉറക്കമില്ലല്ലോ. നീ റൂമിൻ്റെ ജനാല ഒന്ന് തുറന്നേ എന്ന് പറഞ്ഞ് അവൻ ജനലിൽ മുട്ടി. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. പെട്ടെന്ന് പോയി ജനാല തുറന്നു. അവനതാ അവിടെ നിൽക്കുന്നു. എടാ, നീ എന്തിനാണ് വന്നത്? ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. നീ കതക് തുറക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാം. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ശരി, വീടിൻ്റെ പുറകുവശത്തേക്ക് വാ, ഞാൻ അടുക്കളയുടെ കതക് തുറക്കാം. ഞാൻ ചെന്ന് അടുക്കളയുടെ കതക് തുറന്നു. ചെറിയൊരു നിലാവെട്ടമുണ്ട്. അവൻ അടുക്കളയിലേക്ക് കയറി. കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിന്നു. രണ്ടുപേരുടെയും ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അവൻ 2 കൈയുമെടുത്ത് മുമ്പിൽ 2 പഞ്ഞിക്കെട്ടിൽ വെച്ചു. വല്ലാത്തൊരു തരിപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഒരു കൈയെടുത്ത് അവൻ പഴത്തിൻ്റെ മുകളിൽ വെച്ചു. ഞാൻ എൻ്റെ പഞ്ഞിക്കെട്ട് തുറന്നു കൊടുത്തു. അവൻ കവറ് തുറന്ന് പഴമെടുത്ത് പുറത്തിട്ടു. ഞാനത് കയ്യിലെടുത്തു. കുറച്ച് സമയം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ ഇരിക്കാൻ അവൻ പറഞ്ഞു. ഞാൻ ആ ചെയറിൽ ഇരുന്നു. അവൻ പഴത്തിൻ്റെ തൊലി പൊളിച്ച് എനിക്ക് കഴിക്കാൻ തന്നു. ഞാനത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അടുക്കളയിലെ ലൈറ്റ് ഓണാവുന്നത്. ഞാൻ അവിടേക്ക് നോക്കി. അതാ മുത്തശ്ശൻ നിൽക്കുന്നു. മുത്തശ്ശൻ വെള്ളം കുടിക്കാൻ വന്നതാണ്. അവൻ അപ്പോഴേക്കും പുറത്തേക്ക് പോയി. ഞാനും പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കതകിൽ മുട്ടുകേട്ടു. ഞാൻ വന്ന് കതക് തുറന്നു. അത് മുത്തശ്ശനാണ്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ റൂമിലേക്ക് കയറി. മോള് പോയി അച്ഛനെയും അമ്മയും കൂടെ വിളിച്ചോണ്ട് വാ, അവരും അറിയണമല്ലോ. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മുത്തശ്ശനെ നോക്കി. എന്നാ ശരി, അവര് തൽക്കാലം ഒന്നും അറിയണ്ട. മോള് മുത്തശ്ശന് ഒരു കാര്യം ചെയ്തു തന്നാ മതി. ചെയ്യാം മുത്തശ്ശൻ, പറ. മുത്തശ്ശൻ്റെ കൃഷിപ്പണിയിൽ ഞാൻ സഹായിക്കണോ അതോ വേറെന്തെങ്കിലും ആണോ? മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ശരി, മോള് വന്ന് ഈ കട്ടിലിൽ ഇരിക്ക്. ഞാൻ ചെന്ന് കട്ടിലിൽ ഇരുന്നു. മുത്തശ്ശൻ എണീറ്റ് കവർ തുറന്ന് പഴമെടുത്തു. ഒരു ആന പഴം. മോള് ഇത് കഴിക്ക്, മുത്തശ്ശന് അത് മതി.